പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മ വസ്തുക്കളെ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ചെറുത് എന്നർത്ഥമുള്ള മൈക്രോ, അതുപോലെ കാണുക അല്ലെങ്കിൽ നോക്കുക എന്നർത്ഥമുള്ള സ്കോപ്പൈൻ എന്നീ രണ്ട് പദങ്ങൾ ചേർന്നാണ് മൈക്രോസ്കോപ്പ് എന്ന പദം ഉണ്ടാകുന്നത്. 1600കളിലാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കപ്പെടുന്നത്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്. 1. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ തന്നെ 3 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. 1. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, 2. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, 3. കോൺഫോക്കൽ മൈക്രോസ്കോപ്പ്, 2. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, 3. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പ്. ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ലൈറ്റിൻ്റെ സഹായത്തോടെ ഇമേജ് ഫോർമേഷൻ നടത്തുന്ന മൈക്രോസ്കോപ്പുകളാണ് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകൾ. ആദ്യകാലങ്ങളിലെ മൈക്രോസ്കോപ്പുകൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകളെ പല വിഭാഗങ്ങളായി തിരിക്കാം. 1. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പുകൾ ഒബ്ജക്റ്റീവ്, ഐപീസ് എന്നീ 2 ലെൻസ് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പരമാവധി ഉപയോഗപ്രദമായ മാഗ്നിഫിക്കേഷൻ ഏകദേശം 1000x ആണ്. 2. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പുകൾ പരമാവധി 100x വലുതാക്കുന്നു. സാമ്പിളിൻ്റെ 3D കാഴ്ച നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒപ്പേക്ക് ഒബ്ജക്ട്സുകൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് ഉപയോഗപ്രദമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലെ 3ാമത്തെ വിഭാഗമാണ് കോൺഫോക്കൽ സ്കാനിംഗ് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട്, സ്റ്റീരിയോ മൈക്രോസ്കോപ്പുകൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉപകരണങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവയ്ക്ക് ഒരു സാമ്പിളിനെ വളരെ ഡീപ്പായി സ്കാൻ ചെയ്യാൻ കഴിയും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ആധുനിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. സെൽസ്, പാർട്ടിക്കിൾസ് തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. 3. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പുകൾ. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പ് ഇൻഡിവിജ്വൽ ആറ്റങ്ങളെ കാണിക്കുന്നതിന് സഹായിക്കുന്നു. ഈ അധ്യായത്തിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മാഗ്നിഫൈഡ് ഇമേജുകൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഓപ്റ്റിക്കൽ ഉപകരണമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസും ലാർജ് ഫോക്കൽ ലെങ്ത് ഉള്ള ഐപീസ് ലെൻസുകളും ഒരേ ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെ 2ആയി തിരിക്കാം: മെക്കാനിക്കൽ പാർട്സ് ആൻഡ് ഓപ്റ്റിക്കൽ പാർട്സ്. മെക്കാനിക്കൽ പാർട്സ്: ഫൂട്ട് അല്ലെങ്കിൽ ബേസ്, ലിംബ് അല്ലെങ്കിൽ ആം, ബോഡി ട്യൂബ്, നോസ് പീസ്, കോഴ്സ് ആൻഡ് ഫൈൻ നോബ്സ്, സ്റ്റേജ് ആൻഡ് സ്റ്റേജ് ക്ലിപ്സ്, സബ്സ്റ്റേജ്. ഓപ്റ്റിക്കൽ പാർട്സ്: ഐപീസ് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, ഐറിസ് ഡയഫ്രം, മിറർ അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്. ഇവയോരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഐപീസ് ലെൻസ്. ഐപീസ് ലെൻസിലൂടെയാണ് ഫൈനൽ ഇമേജ് നമ്മൾ കാണുന്നത്. ഐപീസ് ലെൻസ് വലിയ അപ്പർച്ചറും ലാർജ് ഫോക്കൽ ലെങ്ത്തുമുള്ള ഒരു കോൺവെക്സ് ലെൻസാണ്. സാധാരണയായി 10x ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ. ബോഡി ട്യൂബ്. ഇതൊരു സിലിണ്ട്രിക്കൽ ട്യൂബ് ആണ്. താഴ്ഭാഗത്ത് റിവോൾവിംഗ് നോസ് പീസിൽ 3 ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. കോഴ്സ്, ഫൈൻ എന്നീ 2 അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ വഴി ബോഡി ട്യൂബ് ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഒബ്ജക്റ്റീവ് ലെൻസ്. ബോഡി ട്യൂബിന് അടിയിലുള്ള നോസ് പീസിലാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ അപ്പർച്ചറും ചെറിയ ഫോക്കൽ ലെങ്ത്തും ഉള്ള കോൺവെക്സ് ലെൻസുകളാണ് ഒബ്ജക്റ്റീവ് ലെൻസുകളായി ഉപയോഗിക്കുന്നത്. സാധാരണയായി 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഉപയോഗിക്കുന്നു. 10x മാഗ്നിഫിക്കേഷനുള്ള ലോ പവർ ഒബ്ജക്റ്റീവ്, 40x മാഗ്നിഫിക്കേഷനുള്ള ഹൈ പവർ ഒബ്ജക്റ്റീവ്സ്, 100x മാഗ്നിഫിക്കേഷനുള്ള ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ്. കോഴ്സ് ആൻഡ് ഫൈൻ ഫോക്കസ് നോബ്സ്. ഈ കോആക്സൽ നോബുകൾ മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കോഴ്സ് നോബും വളരെ പ്രിസൈസ് ആയ ഫോക്കസിന് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബും ഉപയോഗിക്കുന്നു. സ്റ്റേജ്. നമ്മൾ കാണേണ്ട ഒബ്ജക്റ്റ് വെക്കുന്ന സ്ഥലമാണ് സ്റ്റേജ്. താഴെ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നതിന് സ്റ്റേജിൻ്റെ നടുവിലായി ഒരു ഹോൾ അഥവാ അപ്പർച്ചർ ഉണ്ടാകും. സ്ലൈഡ് ശരിയായി ഹോൾഡ് ചെയ്യാൻ സ്റ്റേജിൽ ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും. സബ് സ്റ്റേജ്. സ്റ്റേജിന് തൊട്ട് താഴെയുള്ള മിനി സ്റ്റേജിനെയാണ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ കണ്ടൻസർ ലെൻസും ഐറിസ് ഡയഫ്രവും ഘടിപ്പിച്ചിരിക്കുന്നു. ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ മിറർ.
ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് എത്തിക്കുന്നതിനാണ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ മിറർ ഉപയോഗിക്കുന്നത്. മിറർ ഉപയോഗിച്ച് സറൗണ്ടിംഗ് ലൈറ്റിന് ഒബ്ജക്റ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. കോൺകേവ് മിററാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ലൈറ്റ് സോഴ്സുകളായി LED ലാമ്പുകളോ അല്ലെങ്കിൽ ഹാലോജൻ ലാമ്പുകളോ ഉപയോഗിക്കാറുണ്ട്. കണ്ടൻസർ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നതിനാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. ഐറിസ് ഡയഫ്രം ഒബ്ജക്റ്റിലേക്കുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നതിനാണ് ഐറിസ് ഡയഫ്രം ഉപയോഗിക്കുന്നത്. ഒരു ലിവർ ഉപയോഗിച്ച് ഐറിസ് ഡയഫ്രം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. കണ്ടൻസർ ഫോക്കസ് നോബ് ഉപയോഗിച്ച് കണ്ടൻസർ താഴ്ത്താനും ഉയർത്താനും സാധിക്കും. ഫൂട്ട് അല്ലെങ്കിൽ ബേസ് മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഫൂട്ട് അല്ലെങ്കിൽ ബേസിലാണ് നിലകൊള്ളുന്നത്. ആം അല്ലെങ്കിൽ ലിംബ് മൈക്രോസ്കോപ്പിൻ്റെ ആർക്ക് ഷേപ്ഡ് ഭാഗമാണ് ലിംബ് അഥവാ ആം എന്ന് പറയുന്നത്. ആമിൻ്റെ മുകൾ ഭാഗത്ത് ബോഡി ട്യൂബും താഴെ സ്റ്റേജും സബ്സ്റ്റേജുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ സാധാരണ ആവശ്യങ്ങൾക്കായി വളരെ കോമണായി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിന് 2 ലെൻസുകളാണ് ഉള്ളത്. 1 നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്തുള്ള ഒബ്ജക്റ്റീവ് ലെൻസ്. 2 ഒക്കുലാർ ലെൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ഐപീസ് ലെൻസ്. ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം നേർത്ത സുതാര്യമായ ഒബ്ജക്റ്റ് വഴി കടന്നുപോകുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് അഥവാ I1 ഉണ്ടാക്കുന്നു. ഈ മാഗ്നിഫൈഡ് ഇമേജ് I1 ഐപീസ് ലെൻസിൻ്റെ ഒരു ഒബ്ജക്റ്റായി ആക്ട് ചെയ്യുന്നു. ഐപീസ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഇമേജിനെ ഐപീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനുള്ളിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഐപീസ് ലെൻസ് I1 എന്ന ഇമേജിനെ വീണ്ടും മാഗ്നിഫൈ ചെയ്ത് I2 എന്ന വെർച്വൽ ഇമേജ് ലഭിക്കുന്നു. ഈ ഫൈനൽ ഇമേജ് I2നെയാണ് നാം ഐപീസിലൂടെ നോക്കിക്കാണുന്നത്. ഓപ്പറേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മൈക്രോസ്കോപ്പ്. ആദ്യമായി ലൈറ്റ് സോഴ്സ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ സൺലൈറ്റ് മിറർ വഴി ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. സാധാരണയായി 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മൈക്രോസ്കോപ്പിൽ സാധ്യമാണ്. 1 ലോ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്, 2 ഹൈ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്, 3 ഓയിൽ ഇമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ഓരോ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുമ്പോഴും അതിന് ആസ്പദമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതാണ്. 1 ലോ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. ലോ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ ലെൻസ് പൂർണ്ണമായും താഴ്ത്തുക. ഐറിസ് ഡയഫ്രം പകുതി തുറക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം ഐപീസ് ലെൻസിലൂടെ നോക്കി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നതുവരെ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. രണ്ടാമത്തത് ഹൈ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ ലെൻസ് താഴ്ഭാഗത്തു നിന്നും പകുതി ഉയർത്തുക. ഐറിസ് ഡയഫ്രം 3/4 ഭാഗം തുറന്നു വെക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം ഐപീസ് ലെൻസിലൂടെ നോക്കി വ്യക്തമായി ചിത്രം ലഭിക്കുന്നതുവരെ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. മൂന്നാമത്തത് ഓയിൽ ഇമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ പൂർണ്ണമായും ഉയർത്തുക. ഐറിസ് ഡയഫ്രം പൂർണ്ണമായും തുറക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം അതിനു മുകളിൽ ഒരു തുള്ളി ഇമ്മേഷൻ ഓയിൽ ഡ്രോപ്പ് ചെയ്യുക. ശേഷം കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തി ഇമ്മേഷൻ ഓയിലിൻ്റെ ആ ഡ്രോപ്പിന് മുകളിൽ ടച്ച് ചെയ്ത് നിർത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. അപ്ലിക്കേഷൻ ഓഫ് മൈക്രോസ്കോപ്പ്. Used in laboratory for blood cell counting, detection of microorganisms like bacteria, searching parasite like worm in blood, identification of plant cell, tissue analysis, urine analysis, study of the behavior of virus and bacteria. Care and maintenance of microscope. 1. നേരിട്ടുള്ള സൂര്യപ്രകാശം, പൊടികൾ, ഈർപ്പം എന്നിവയിൽ നിന്നും അകലത്തിൽ സൂക്ഷിക്കുക. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് വുഡൻ ബോക്സിൽ സൂക്ഷിക്കുക. ഈർപ്പം വലിച്ചെടുക്കുന്ന ചെറിയ സിലിക്ക ജെൽ ബാഗുകൾ ബോക്സിൽ വെക്കുക. ബോഡി ട്യൂബ് താഴ്ത്തുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്ലൈഡിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ലെൻസുകൾ കൈകൊണ്ട് തുടരുത്. ഓരോ ഉപയോഗത്തിന് ശേഷവും ഓയിൽ ഇമ്മേഷൻ ലെൻസ് ക്ലീൻ ചെയ്യണം. ലെൻസുകൾ ക്ലീൻ ചെയ്യുന്നതിന് കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കാം. ലെൻസുകൾ ക്ലീൻ ചെയ്യാൻ ആൽക്കഹോൾ ഉപയോഗിക്കരുത്. ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഘടകങ്ങളെ അവയുടെ ഡെൻസിറ്റി, സൈസ്, വിസ്കോസിറ്റി ഓഫ് മീഡിയം, റോട്ടർ സ്പീഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ലബോറട്ടറി ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ടെസ്റ്റ് ട്യൂബിലാക്കിയ സൊല്യൂഷനെ അതിവേഗതയിൽ ഒരു മോട്ടറിൻ്റെ സഹായത്തോടു കൂടി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാണ് ഇത് സാധ്യമാകുന്നത്. സെൻട്രിഫ്യൂജിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ സെഡിമെൻറ്റേഷനാണ്. ഒരു ഗ്ലാസ്സിൽ അല്പം മഡി വാട്ടർ അഥവാ ചെളിവെള്ളം എടുത്ത് അല്പസമയം അനക്കാതെ വെച്ചു എന്നിരിക്കട്ടെ. അല്പസമയത്തിന് ശേഷം ചളി, അതായത് മണ്ണ് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിനേക്കാൾ മണ്ണിന് അല്ലെങ്കിൽ ചെളിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ്. ഇതാണ് സെഡിമെൻറ്റേഷൻ. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഡെൻസിറ്റികൾ തമ്മിൽ വ്യത്യാസം കൂടുതലായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുന്നത്. എന്നാൽ ഈ വ്യത്യാസം കുറയുന്നതിനനുസരിച്ച് സെറ്റിൽ ചെയ്യുന്നതിനുള്ള സമയം കൂടുന്നതാണ്. ഡെൻസിറ്റിയിൽ വളരെ വളരെ കുറഞ്ഞ വ്യത്യാസമുള്ള പാർട്ടിക്കിൾ സെഡിമെൻറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിനെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയാണ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത്. ഘടകങ്ങളെ വേർതിരിക്കേണ്ട സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം നമ്മൾ അതിവേഗതയിൽ ഒരു മോട്ടറിൻ്റെ സഹായത്തോടുകൂടി കറക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു. പാർട്ടിക്കിൾസിൻ്റെ മാസ്, റൊട്ടേഷൻ സ്പീഡ് എന്നിവയ്ക്കനുസരിച്ചായിരിക്കും ഓരോ പാർട്ടിക്കിൾസിനും അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിനാൽ തന്നെ മിശ്രിതത്തിലെ ഡെൻസർ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ അടിഭാഗത്തേക്ക് നീങ്ങുന്നു. അതേസമയം ലൈറ്റർ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇങ്ങനെ സൊല്യൂഷനിലെ കമ്പോണൻസ് സെപ്പറേറ്റഡ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കുന്നത്. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഒരു സെൻട്രിഫ്യൂജ് മെഷീൻ്റെ പാർട്സ് ഏതെല്ലാമെന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. ഒന്നാമത്തേത് ഇലക്ട്രിക് മോട്ടോർ. സാമ്പിളിനെ ഒരു ഫിക്സഡ് പോയിൻ്റ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇതിനായി സെൻട്രിഫ്യൂജ് ഹെഡ് ഒരു ഷാഫ്റ്റ് വഴി ഇലക്ട്രിക് മോട്ടോറിലേക്ക് ഘടിപ്പിക്കുന്നു. രണ്ടാമത്തേത് സെൻട്രിഫ്യൂജ് ഹെഡാണ്. സാമ്പിൾ വെക്കുന്നതിനുള്ള കപ്പുകൾ, കറങ്ങുന്നതിനുള്ള സ്പിൻഡിൽ, റോട്ടറിനെ കവർ ചെയ്യുന്നതിനുള്ള ഷീൽഡുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തേത് പവർ സ്വിച്ച്. സെൻട്രിഫ്യൂജ് ഓൺ ഓഫ് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു. നാലാമത്തേത് ബ്രേക്കിംഗ് ഡിവൈസ്. സെൻട്രിഫ്യൂജ് റൊട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തേത് പൊട്ടൻഷ്യോമീറ്റർ. സാധാരണയായി മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 6 ടൈമർ. ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് എത്ര സമയം ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. 7ാമത്തേത് ടാക്കോമീറ്റർ. സെൻട്രിഫ്യൂജിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. 9ാമത്തേത് റെഫ്രിജറേറ്റർ സെൻട്രിഫ്യൂജ് ആണെങ്കിൽ ഇതിനാവശ്യമായ കംപ്രസറും അനുബന്ധ ഉപകരണങ്ങളും സെൻട്രിഫ്യൂജിൻ്റെ ഭാഗമായി വരാറുണ്ട്. 10 ചില മോഡലുകളിൽ LCD, കീബോർഡ് തുടങ്ങിയ പാർട്സും സെൻട്രിഫ്യൂജിൻ്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഇനി ഒരു സെൻട്രിഫ്യൂജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി റോട്ടർ ഹെഡിലേക്ക് സാമ്പിളുകൾ ലോഡ് ചെയ്യുന്നു. ശേഷം ലിഡ് അല്ലെങ്കിൽ അടപ്പ് അടക്കുന്നു. അതിനുശേഷം ടൈം, RPM, ബ്രേക്കിംഗ്, റെഫ്രിജറേറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ തുടങ്ങിയ പാരാമീറ്റേഴ്സ് കീബോർഡിലൂടെയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് സ്വിച്ച് തുടങ്ങിയ ഇൻപുട്ട് മെത്തേഡ്സിലൂടെയോ പ്രോഗ്രാം ചെയ്യുന്നു. ശേഷം ബ്രേക്കിംഗ് സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്നതിന് സൗകര്യമുള്ള സെൻട്രിഫ്യൂജുകളാണെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നു. പിന്നീട് സ്വിച്ച് ഓൺ ചെയ്യുകയും സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞതിന് ശേഷം റൊട്ടേഷൻ പൂർണ്ണമായും സ്റ്റോപ്പായതിനു ശേഷം സാമ്പിളുകൾ തിരിച്ചെടുക്കുന്നു. ഇനി ഒരു ടേബിൾ ടോപ്പ് സെൻട്രിഫ്യൂജിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1. റോട്ടറുകൾ ആഴ്ചയിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്യേണ്ടതാണ്. 2. റോട്ടർ, ലിഡ്, ബക്കറ്റ് തുടങ്ങിയ കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡാമേജിന് സാധ്യതയുള്ള പാർട്സുകൾ ഒരു കാരണവശാലും അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ലൈഫിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത്. 3. ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് യൂസർ മാനുവലിൽ പറഞ്ഞ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. 4. സെൻട്രിഫ്യൂജിൻ്റെ പുറംഭാഗവും റോട്ടർ ചേംബറും
റോട്ടറും നനഞ്ഞ തുണി കൊണ്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ഡിറ്റർജൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. 5. ഇടയ്ക്കിടെ റോട്ടറും ആക്സസറീസും സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതാണ്. 6. ക്ലീനിങ്ങിന് ശേഷം സെൻട്രിഫ്യൂജ് ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് ബക്കറ്റ് ഗ്രൂവുകൾ, പിവറ്റുകൾ, റബ്ബർ സീൽ തുടങ്ങിയവ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതാണ്. 7. ക്ലീനിങ്, ലൂബ്രിക്കേഷൻ, മറ്റ് മെയിൻ്റനൻസ് തുടങ്ങിയവ ചെയ്യുമ്പോൾ നിർബന്ധമായും ഗ്ലൗസ് ധരിക്കേണ്ടതാണ്. ഇതോടുകൂടി സെൻട്രിഫ്യൂജ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ഗ്ലൂക്കോമീറ്റേഴ്സ്. ബ്ലഡിനകത്തെ ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറുതും പോർട്ടബിളും ബാറ്ററി ഓപ്പറേറ്റഡും ആയ ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഷുഗർ ലെവൽ അറിഞ്ഞ് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായി ഇത് ഉപയോഗിക്കാറുള്ളത്. ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതിന് സാധാരണ 5 സ്റ്റേജസ് നമുക്ക് പറയാം. ഒന്നാമത്തേത് ലാൻസിങ് ഡിവൈസ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തേത് കൈ അല്ലെങ്കിൽ സാമ്പിൾ സൈറ്റ് കഴുകുക. 3. ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും തയ്യാറാക്കി വെക്കുക. 4. ലാൻസിങ് ഡിവൈസ് ഉപയോഗിച്ച് ബ്ലഡ് സാമ്പിൾ എടുത്ത് സ്ട്രിപ്പിൽ ബ്ലഡാക്കി ഗ്ലൂക്കോസ് മെഷർമെൻറ്റ് നടത്തുക. 5. ഉപയോഗിച്ച ലാൻസെറ്റും സ്ട്രിപ്സും ഡിസ്പോസ് ചെയ്യുക. പ്രിയ പഠിതാക്കളെ, മെഡിക്കൽ ലബോറട്ടറി ഉപകരണങ്ങളായ ഓട്ടോ അനലൈസർ, സെമി ഓട്ടോ അനലൈസർ, ഹെമറ്റോളജി അനലൈസർ, ബ്ലഡ് ഗ്യാസ് അനലൈസർ, ഇലക്ട്രോലൈറ്റ് അനലൈസർ, ബ്ലഡ് സെൽ കൗണ്ടർ, ഇൻക്യുബേറ്റർ, വാട്ടർ ബാത്ത് എന്നീ ഉപകരണങ്ങളെ പറ്റിയുള്ള ഒരു ചെറു ചർച്ചയാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോ അനലൈസർ മോഡേൺ മെഡിക്കൽ ലാബിലെ ഒരു സുപ്രധാന ഉപകരണമാണ് ഓട്ടോ അനലൈസർ. ഓട്ടോ അനലൈസർ സാധാരണയായി ബയോകെമിസ്ട്രി ലാബുകളിൽ ബോഡി ഫ്ലൂയിഡ്സിലെ കെമിക്കൽ കമ്പോണൻറ്റ്സ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ അനലൈസർ പ്രധാനമായും 2 രൂപത്തിലാണുള്ളത്. ഒന്ന് ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ, രണ്ടാമത്തത് സെമി ഓട്ടോ അനലൈസർ. ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസറിൽ പിപ്പറ്റിംഗ്, മിക്സിംഗ് ഓഫ് സാമ്പിൾ വിത്ത് റിയേജൻറ്റ്, ഇൻക്യുബേഷൻ, റീഡിംഗ്, കാൽക്കുലേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് എന്നീ ജോലികൾ മെഷീൻ ചെയ്യുന്നു. എന്നാൽ സെമി ഓട്ടോ അനലൈസറിൽ സാമ്പിൾ, റിയേജൻറ്റ് മിക്സിംഗ്, റീഡിംഗ് എന്നിവ മാനുവലായി ചെയ്യുന്നു. ബാക്കി ജോലികൾ മെഷീൻ നിർവഹിക്കുന്നു. സെമി ഓട്ടോ അനലൈസറിൽ പാർഷ്യൽ ഓട്ടോമേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ അനലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം ഹ്യൂമൻ അസിസ്റ്റൻസ് ഉപയോഗപ്പെടുത്തി ഒന്നിലധികം സാമ്പിളുകളിൽ നിന്നും ഒന്നിലധികം കെമിക്കൽ കമ്പോണൻറ്റ്സ് വളരെ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടോ അനലൈസറിലെ ഈ അനാലിസിസ് രീതിയെ കണ്ടിന്യൂസ് ഫ്ലോ അനാലിസിസ് എന്നും പറയാറുണ്ട്. ഓട്ടോ അനലൈസർ ഉപയോഗിച്ച് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ഒന്നിലധികം സാമ്പിളുകൾ ഒരേ സമയം ടെസ്റ്റ് ചെയ്യാനാവും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നു. ഹ്യൂമൻ അസിസ്റ്റൻസ് വളരെ കുറയ്ക്കാനാവും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറർ എലിമിനേറ്റ് ചെയ്യാനും അക്യുറസി ഇൻക്രീസ് ചെയ്യാനുമാകും. റിയേജൻറ്റിൻ്റെയും സാമ്പിളിൻ്റെയും അളവ് കുറവ് മതി എന്നുള്ളത് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകതയാണ്. കെമിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് ബ്ലഡ് മെഷേർഡ് യൂസിങ് ഓട്ടോ അനലൈസർ. ആൽക്കലൈൻ ഫോസ്ഫേറ്റ്, ബ്ലഡ് യൂറിയ നൈട്രജൻ, കാൽസ്യം, ക്രിയാറ്റിൻ, കൊളസ്ട്രോൾ, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, യൂറിക് ആസിഡ് ഇൻ ബ്ലഡ് സിറം തുടങ്ങിയവ ഓട്ടോ അനലൈസർ ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ബ്ലഡ് അഥവാ ബോഡി ഫ്ലൂയിഡിലെ കോമ്പൗണ്ട്സിൽ ചിലതാണ്. ഹെമറ്റോളജി അനലൈസർ പ്രധാനമായും
ഹെമറ്റോളജി ലാബുകളിൽ കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് അഥവാ CBC കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഹെമറ്റോളജി അനലൈസർ ബ്ലഡ് സെൽസ് ഹൈ സ്പീഡിലും അക്യുറസിയിലും കൗണ്ട് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് രോഗിയുടെ പൊതുവായ ആരോഗ്യനില വിലയിരുത്താനാണ് ഡോക്ടേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. CBC ഇൻക്ലൂഡ്സ് റെഡ് ബ്ലഡ് സെൽ കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ, ESR. ഹെമറ്റോക്രിറ്റ് ഹെമറ്റോളജി അനലൈസറിൻ്റെ മറ്റ് ഉപയോഗങ്ങളിൽ ചിലത്: മെഷറിംഗ് ഓഫ് RBC ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, WBC ഡിഫറൻഷ്യൽ കൗണ്ട് ഇൻ പെർസെൻറ്റേജ് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, പ്ലേറ്റ്ലെറ്റ് മീൻ വോളിയം, ലാർജ് പ്ലേറ്റ്ലെറ്റ് സെൽ റേഷ്യോ എന്നിവയാണ്. ബ്ലഡ് ഗ്യാസ് അനലൈസർ ബ്ലഡിലെ ഗ്യാസിൻ്റെ ഇൻബാലൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രധാനമായും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, pH വാല്യൂ, കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ലൈക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, ഗ്ലൂക്കോസ്, ബൈകാർബണേറ്റ് എക്സെട്ര എന്നിവയാണ് ബ്ലഡ് ഗ്യാസ് അനലൈസർ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്: ലങ്സ് എത്രത്തോളം ഓക്സിജൻ ബ്ലഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിനെ എത്രത്തോളം ബ്ലഡിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നെന്നും മനസ്സിലാക്കാം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, pH എന്നിവയുടെ ഇൻബാലൻസ് ചില പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആയതിനാൽ ബ്ലഡ് ഗ്യാസ് ഇൻബാലൻസ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് പ്രോബ്ലം, അൺകൺട്രോൾഡ് ഡയബറ്റിക്സ്, സിവിയർ ഇൻഫെക്ഷൻസ്, ഡ്രഗ് ഓവർഡോസ്, സിവിയർ ബ്രീത്തിങ് പ്രോബ്ലംസ്, ആസ്മ എന്നീ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. നോർമൽ വാല്യൂസ്: പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 75 to 100 mm of Hg, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 38 to 42 mm of Hg, pH 7.38 to 7.42, oxygen saturation rate 94 to 100%, bicarbonate 22 to 28 milliequivalent per liter. ഇലക്ട്രോലൈറ്റ് അനലൈസർ പ്രധാനമായും ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് അറിയാൻ ഉപയോഗിക്കുന്നു. അതായത് ബ്ലഡ്, സിറം, പ്ലാസ്മ, യൂറിൻ എന്നിവയിലെ ഇലക്ട്രോലൈറ്റിൻ്റെ സാന്നിധ്യം അറിയാനും അളക്കാനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഫോർ ഇലക്ട്രോലൈറ്റ്സ്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ക്ലോറിൻ, pH and carbon dioxide. Clinical importance of measuring electrolytes. Electrolyte imbalance leads to dehydration, kidney disease, lung disease, heart disease. Blood cell counter. ശരീരത്തിലെ ബ്ലഡ് സെല്ലുകളുടെ എണ്ണവും ടൈപ്പും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് ബ്ലഡ് സെൽ കൗണ്ടർ കൗണ്ട്സ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ആൻഡ് HB. രോഗിയുടെ പൊതുവായ ആരോഗ്യസ്ഥിതി അറിയാൻ ബ്ലഡ് സെൽ കൗണ്ട് ഉപയോഗിക്കുന്നു. അനീമിയ, ക്യാൻസർ, ക്ലോട്ടിംഗ് ഇഷ്യൂസ്, ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് എന്നിവയാണ് ബ്ലഡ് സെൽ കൗണ്ടിലുണ്ടാകുന്ന വ്യതിയാനം സൂചിപ്പിക്കുന്നത്. ഇൻക്യുബേറ്റർ ലബോറട്ടറികളിൽ സെൽ കൾച്ചർ, ടിഷ്യൂ കൾച്ചർ എന്നിവയിൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നിവ മാറ്റം കൂടാതെ നിലനിർത്താൻ ഉപയോഗിക്കുന്നു. വാട്ടർ അല്ലെങ്കിൽ എയർ ജാക്കറ്റ്സ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണയായി 37.2 ഡിഗ്രി മുതൽ 37.8 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 99.5 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 100.5 ഫാരൻഹീറ്റ് വരെയാണ് ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. മൈക്രോബയോളജിക്കൽ ഇൻക്യുബേറ്റർ ബാക്ടീരിയ കൾച്ചർ സ്റ്റോറേജിനും ഗ്രോത്തിനും ഉപയോഗിക്കുന്നു. വാട്ടർ ബാത്ത്
വെള്ളം നിറച്ച ഒരു വാട്ടർ കണ്ടെയ്നറാണ് വാട്ടർ ബാത്തായിട്ട് ഉപയോഗിക്കുന്നത്. സാമ്പിൾസ് വാട്ടറിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സാമ്പിളുകൾ വെള്ളത്തിൽ ഒരു പ്രത്യേക കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അധിക സമയം ഇൻക്യുബേറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് വാട്ടർ ബാത്ത് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. സാധാരണയായി നോർമൽ ടെമ്പറേച്ചർ 99.9 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഉപയോഗം: വാർമിംഗ് ഓഫ് റിയാജൻസ്. ചില പ്രത്യേക കെമിക്കൽ റിയാക്ഷൻസ് ഹൈ ടെമ്പറേച്ചറിൽ എനാബിൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫ്ലെയിമബിൾ കെമിക്കൽസ് ചൂടാക്കാൻ ഈറ്റ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നു. ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ സേഫ്റ്റി, അതേപോലെ ക്വാളിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് പരിശോധന നടത്തുന്നതിന് മുമ്പായും ആ പരിശോധനയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എല്ലാ സ്റ്റാഫിനും ലഭ്യമാക്കേണ്ടതാണ്. പുകവലി, ഭക്ഷണം, മദ്യപാനം തുടങ്ങിയവ ലാബിൽ നിരോധിക്കേണ്ടതാണ്. ഫയർ എക്സ്റ്റിങ്വിഷർ, ഫയർ ബ്ലാങ്കറ്റ്, ഗ്യാസ് മാസ്ക് തുടങ്ങിയ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റുകളുടെ ഉപയോഗം എല്ലാ സ്റ്റാഫിനും പരിചിതമായിരിക്കേണ്ടതുമാണ്. ഐ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ലബോറട്ടറി കോട്ട് തുടങ്ങിയവ എല്ലാ സ്റ്റാഫും ധരിച്ചിരിക്കേണ്ടതാണ്. ഇൻഫെക്ഷന് സാധ്യത ഉള്ളവ, വോളറ്റൈലായിട്ടുള്ള വസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വളരെ വിഷാംശമുള്ളതോ ജീനോടോക്സിക്കോ ആയ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം തയ്യാർ ചെയ്ത സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. എല്ലാ കെമിക്കൽ കണ്ടെയ്നേഴ്സിനും ലേബൽ ചെയ്തിരിക്കണം. കൂടെ ഉചിതമായ പ്രധാന മുന്നറിയിപ്പുകളും എഴുതിയിരിക്കണം. ഉദാഹരണത്തിന് പോയിസൺ, ഫ്ലെയിമബിൾ, റേഡിയോ ആക്റ്റീവ് എക്സെട്ര. ഇലക്ട്രിക്കൽ വയറിംഗ് എക്യുപ്മെൻറ്റ് തുടങ്ങിയവയ്ക്ക് മതിയായ ഇൻസുലേഷനും സ്പാർക്ക് പ്രൂഫിങ്ങും നൽകിയിരിക്കണം. കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെടണം. കൂടാതെ ഓരോ ഗ്യാസിൻ്റെയും കളർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് അറിഞ്ഞിരിക്കുകയും വേണം. ലബോറട്ടറിയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്റ്റാഫ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റാഫിന് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് നൽകുകയും ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, എമർജൻസി കെയർ, ആൻറ്റിഡോട്ട്സ് അതായത് മറുമരുന്ന് പ്രയോഗം തുടങ്ങിയവയിൽ എല്ലാ സ്റ്റാഫിനും ആവശ്യമായ ട്രെയിനിങ് നൽകുകയും വേണം.